27ാം പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി സ്വലാത്ത് നഗർ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥനാ സമ്മേളനത്തിനെത്തുന്ന 10,000-കണക്കിന് ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കേരള ഫയർഫോഴ്സും സ്വലാത്ത് നഗറിൽ സജ്ജമായിട്ടുണ്ട്. നമുക്ക് ഫയർഫോഴ്സിനോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന പ്രദേശമാണ്. ഇപ്പോൾ സാധാരണ ഇവിടെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താൽക്കാലിക പന്തലുകളുണ്ട്. അപ്പം അതിനൊരു തീപിടുത്ത സാധ്യത അപ്പം ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് പിന്നെ സ്റ്റാൻഡ് ബൈ ഏർപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് സ്റ്റാൻഡ് ബൈഡിന് ചാൻസ് ഉണ്ട്. കാരണം ഒരു നിസ്സാരപ്പോൾ ചെറിയൊരു സ്പാർക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായാൽ മതി. ചിലപ്പോൾ വലിയ തീപിടുത്തമായി വലിയ ആൾക്കാർക്ക് പകരം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആൾക്കൂട്ടം കണ്ടമാനം ജനങ്ങളുണ്ടാകുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഈ സ്റ്റാമ്പേഡ് സാധ്യത ആൾക്കാർ ഈ തിരക്കപ്പെട്ടിട്ട് മുൻ അനുഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ പിന്നെ കുസാറ്റിലൊക്കെ നടന്ന പോലെ സംഭവം നിസ്സാര സംഭവങ്ങൾ മതി, വലിയ ഒന്നും വേണ്ട. ചിലപ്പോൾ അന്നൊരു മഴ പെയ്തതാണ് ആൾക്കാർ ഓടി. അതുപോലെ 10,000-കണക്കിന് അല്ലെങ്കിൽ 1,000-കണക്കിന് ആൾക്കാരുണ്ടാകുന്ന സമയത്ത് അത്തരം ഒഴിവാക്കാനുള്ള ഞങ്ങളിപ്പോൾ ഇവിടെ പന്തലുകളിലുള്ള സൗകര്യം, അതേപോലെ ഇപ്പം കൃത്യമായി വഴികൾ ആൾക്കാർ ഇരിക്കുന്ന സംഭവം അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചത്. അപ്പം അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിസ്സാരമായ എന്തെങ്കിലും സംഭവങ്ങൾ, ചെറിയ തീപിടുത്തം അല്ലെങ്കിൽ ചെറിയ പൊട്ടിത്തെറികൾ, ഇപ്പോൾ വയറിംഗ് സിസ്റ്റത്തിൽ ഒരു ഷോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മതി, ചെറിയ സ്പാർക്കൊക്കെ ഉണ്ടാകും. അപ്പം അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗം മുന്നോട്ട് ഇതൊക്കെ പരിശോധന നടത്തി ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണ്. സേവന സജ്ജരായ പ്രാർത്ഥനാ സമ്മേളന നഗരിയിലെ ഫയർഫോഴ്സ് ടീമിനോടൊപ്പം ടീം മഹദിൻ അപ്ഡേറ്റ്സ്.